വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ചായ അത് നിർബന്ധം കേട്ടോ. അതിപ്പോ കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണേ. ഞാനിപ്പോ ഇന്ന് പാൽപ്പൊടി ചായ കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാൽപ്പൊടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. 2-3 ദിവസം ഞാൻ ചായ കാച്ചിട്ടും വലിയ ടേസ്റ്റ് തോന്നിച്ചില്ല. അപ്പോഴാട്ടോ ഉമ്മ പറയുന്നത് പാൽപ്പൊടി കുറച്ചിട്ടിട്ട് കാര്യമില്ല മോളെ, കുറച്ചധികം പാൽപ്പൊടി ഇടണമെന്ന്. അങ്ങനെ ഇതാ കുറച്ചധികം പാൽപ്പൊടി തന്നെ ഞാൻ പാത്രത്തിലോട്ട് കൊട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് അതേപോലെ തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും സാധാരണ പോലെ തന്നെ കട്ടൻ ചായ കാച്ചുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാൽപ്പൊടിയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചായ ആയിട്ടോ. അപ്പൊ എന്തായാലും ഉമ്മ പറഞ്ഞ പോലെ കുറച്ചധികം പാൽപ്പൊടി ഇട്ടിട്ട് തന്നെ ഞാൻ എന്തായാലും ചായ കാച്ചാന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഏലക്ക ഇടുന്നില്ല കേട്ടോ. പാൽപ്പൊടി ചായയിൽ ഏലക്ക വലിയ സുഖമില്ലാത്ത പോലെ തോന്നി. സാധാ പാൽ ചായയിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇത് കുറച്ച് തോണ്ടി തിന്നിട്ട് ഞാനിത് ആ പാലൊന്നുമല്ല ചായ ഒന്ന് തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കാട്ടോ. അതിക്ക് മുന്നേ ഞാനൊരു വലിയ മഗ്ഗിലാട്ടോ ചായ കുടിക്കുന്നത്. ഗ്ലാസ്സൊക്കെ കഴുകി ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അങ്ങനെ ഇതാ ചായ പകർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോടെ തന്നെ കടുപ്പുള്ള പാലാട്ടോ, അല്ല കടുപ്പായിട്ടാട്ടോ ഞാൻ കാച്ചേക്കുന്നത് കട്ടൻ ചായ. അങ്ങനെ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയൊക്കെ നല്ലോണം മിക്സ് ആയപ്പോൾ തന്നെ ഒരു കുറുക്ക് പോലെ ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുടിച്ചു നോക്കിയാലേ ഇപ്പം ഇനി സത്യാവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ ഇതാ മഗ്ഗിലോട്ട് ഞാൻ ചായ പകർത്തുന്നുണ്ട്. എനിക്കും ഐനൂസിനും മാത്രമുള്ള ചായ ആയിട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഐനൂസ് ക്ലാസ്സിൽ കുടിക്കാത്തതുകൊണ്ട് ഞാനിതാ ഒരു കുപ്പിയിലാണ് കൊടുക്കുന്നത് കേട്ടോ അവൾക്ക്. പിന്നെ ഒരു ഞാങ്ങുട്ടായും അതുപോലെ തന്നെ ചിപ്സൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും വൈകുന്നേരത്തെ ചായ ഒന്ന് ഉഷാലാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ടാട്ടോ പോകുന്നത്. റൂമിലാണ് ഐനൂസ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്കും ചിപ്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ ചിപ്സ് ആട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇതെല്ലാം ഇന്നലെയോ മിനിയാന്നൊക്കെ ആയിട്ട് ഉമ്മിച്ചി കൊണ്ടുവന്നതാട്ടോ ചിപ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഐനൂസിനും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ അവളും കൈയിട്ട് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ പാൽപ്പൊടി തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാൽപ്പൊടി കുറച്ചിട്ടോട്ടോ കേട്ടോ എനിക്ക് ഇത്രയും ടേസ്റ്റ് തോന്നാണ്ടിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാൽപ്പൊടി ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ച് ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ചിപ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ചായ കേട്ടോ. ആരെങ്കിലും എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചായയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ളത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.